അവരുടെ നേതാക്കളെയും തുടച്ചു നീക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ദൗത്യമാണ്. അങ്ങനെയല്ലാതെ ഇന്ത്യ ഒരു സമാധാനം ഉണ്ടാവുകയില്ല എന്ന് ഇന്ത്യക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്യുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ്. അതിലൊരു പ്രധാനപ്പെട്ട ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണ ബുദ്ധി എന്ന് പറയുന്നത് മസൂദ് അസർ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1998 നമുക്ക് വെറുതെ വിട്ടുകൊടുക്കേണ്ടി വരികയാണ്. മസൂദ് അസറിനെ കൈയും കെട്ടി വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇന്ത്യയുടെ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് അഫ്ഗാനിലെ താലിബാൻ സംഘം. എന്നിട്ട് ഏതാണ്ട് 300ഓളം ജീവനുകൾ വെച്ച് വിലപേശിക്കൊണ്ടാണ് മസൂദ് അസറിനെ അവര് നേടിയെടുത്തത്. പിന്നീട് മസൂദ് അസറാണ് ഇന്ത്യയിൽ നടന്ന എല്ലാ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്തത്. അപ്പൊ നിസ്സഹായമായ അവസ്ഥയിൽ ഇന്ത്യക്ക് ഇനി നിൽക്കാൻ കഴിയില്ല. മസൂദ് അസറിനെ ഇങ്ങനെ വെറുതെ വിടാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കൽ പോലും പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു സിവിലിയനെയോ ഏതെങ്കിലും ഒരു സിവിൽ ബേസിനെയോ ലാഹോറിനെയോ റാവൽപിണ്ടിയെയോ കറാച്ചിയെയോ ബലൂചിസ്ഥാനെയോ ഒന്നും തന്നെ ലക്ഷ്യം വെച്ചില്ല. മറിച്ച് മസൂദ് അസറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് ഹഫീസ് സയ്യിദ് ആയിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹഫീസ് സയ്യിദിനെ ലക്ഷ്യം വെക്കുന്നു എന്നൊരു പ്രചാരണം നടത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് മസൂദ് അസറിനെ തന്നെയായിരുന്നു. ആ ടാർഗറ്റിൽ നമുക്ക് ഒരുപക്ഷെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ മസൂദ് അസറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ആദ്യഘട്ടം നെഞ്ചത്ത് കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന മസൂദ് അസർ ഇറക്കുമോ? ഞാനും കൂടി അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് എന്നെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് എന്റെ കൺമുന്നിൽ വെച്ച മസൂദ് അസർ പക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. തലനാരിലേക്ക് രക്ഷപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒളിയിടത്തിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിഞ്ഞതാകാം. പക്ഷേ സ്വന്തം കൺമുന്നിൽ സ്വന്തം സഹോദരിയും ഭർത്താവും അടക്കം വലം കൈ പിടിച്ചുകൊണ്ട് കയ്യിലേക്ക് തോക്കെടുത്ത് വെച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആളടക്കം കൊല്ലപ്പെടുമ്പോൾ മസൂദ് അസറിന് അത് ഒരു ഹൃദയാഘാതത്തിലേക്ക് തന്നെ എത്തിച്ച ഒരു സാഹചര്യം ഇന്നലെ 1:30-ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടാകില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? മസൂദ് അസറിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന നമ്മൾ കാണുന്നത് മസൂദ് അസർ ഇന്ത്യക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ അവർക്കിടയിൽ പെട്ടിട്ടില്ല എന്നൊരു സന്ദേശം കൂടി മസൂദ് അസർ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭീകരന്മാരെന്ന് പറയുന്നത് സുജയ യഥാർത്ഥത്തിൽ അത്ര വലിയ മനുഷ്യത്വമുള്ള ആളുകളൊന്നുമല്ല. നിരപരാധികളായി നിസ്സഹായരായ മനുഷ്യരെ ഒരു ഉപാധിയുമില്ലാതെ വളരെ നിസ്സാരമായി കൊന്നു കളയുന്ന ആളുകളാണ് ഈ ഭീകരന്മാരെന്നൊക്കെ പറയുന്നത്. അവരിപ്പോൾ ഇങ്ങനെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നെടുവീർപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിനകത്ത് വേറൊരു സന്ദേശം കൂടി ഉള്ളതായി നമ്മൾ വായിച്ചെടുക്കണം. അത് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നൊരു സൂചന കൂടി മസൂദ് അസർ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്തായാലും ആ ലക്ഷ്യം അങ്ങനെ ലളിതമായി വിട്ടുകളയില്ല. നിശ്ചയമായും മസൂദ് അസറിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. ഹാഫിസ് സയ്യിദിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ 2011 അബോട്ടാബാദിലേക്ക്, പാകിസ്ഥാനിലെ അബോട്ടാബാദിലേക്ക് സൈന്യത്തെ ഇറക്കി ഒസാമ ബിൻ ലാദനെ കൊന്ന ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അമേരിക്കയുടെ. സെയിം ഈസ് ഹാപ്പൻ ഹിയർ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പാകിസ്ഥാനുമായി ഒരു യുദ്ധം നടത്തുകയല്ല വേണ്ടത്. മറിച്ച് പാകിസ്ഥാനിലെ ആയിരക്കണക്കിന് നിരാലംബരായ മനുഷ്യർ കൊന്നുകളയല്ല വേണ്ടത്. മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതിന് പാകിസ്ഥാനുമായുള്ള യുദ്ധമല്ല ആവശ്യം. മറിച്ച് പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള ഭീകരന്മാരെ ഇല്ലാതാക്കുക. അതാണ് ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം മുതൽ പറയുന്നതിന്റെ കാര്യവും പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനിലെ ജനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനിൽ ഒരു രാഷ്ട്രം ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇന്ത്യയുടെ ലക്ഷ്യം. മറിച്ച് പാകിസ്ഥാന്റെ മണ്ണിൽ പാകിസ്ഥാൻ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന, പാകിസ്ഥാനെല്ലാം പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ഭീകരന്മാരെയും ഭീകര ക്യാമ്പുകളെയും ഭീകര സംഘടനകളെയും ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ആഭ്യന്തരമായ സുരക്ഷിതത്വവും സമാധാനവും സ്ഥാപിക്കാൻ കഴിയൂ എന്ന് ഇന്ത്യ ഗവൺമെന്റ് അറിയാം, ഇന്ത്യൻ സേനയ്ക്കറിയാം. അതുകൊണ്ട് ഒരു ഔദ്യോഗിക യുദ്ധത്തിലേക്കൊന്നും ഇന്ത്യ പോകുന്നില്ല. മറിച്ച് ഈ ഭീകര ക്യാമ്പുകളെ ഇല്ലാതാക്കിക്കൊണ്ട് സമാധാനത്തിന്റെ വഴിയുണ്ടാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മസൂദ് അസറിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കേസിൽ ചർച്ച ചെയ്തതാണ്. ഒരിക്കൽ പോലും പാകിസ്ഥാനെതിരായ ഒരു ആക്രമണം ഇന്ത്യ പ്ലാൻ ചെയ്യുകയില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരന്മാരെ ഇല്ലാതാക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ഇന്ത്യയുടെ ലക്ഷ്യം ബലൂചിസ്ഥാൻ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ബാലകൃഷ്ണൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഗീതിക ശ്രീവാസ്തവയെ തിരിച്ചു വിളിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പിയാ സുനിലേക്ക് ഒന്നുകൂടി പോകുന്നു. പിയാ സുനിൽ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. പൂർണ്ണമായ ഒരു ഓൾ ഔട്ട് വാർ എന്ന രീതിയിലേക്ക് ഒരുപക്ഷേ കാര്യങ്ങൾ പോയേക്കാം. മസൂദ് അസറിന് കൊടുത്തിരിക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് ചെറുതല്ല. മസൂദ് അസറിന്റെ താവളത്തിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ ഒരു മറുപടിക്ക് സൈന്യം കൂടി കൂട്ടുണ്ട് ഭീകരർക്ക്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ ഭീകരരും സൈന്യവും ഒത്തുചേർന്നുള്ള ഒരു സന്നാഹം അപ്പുറത്തും ഒരുങ്ങുന്നുണ്ടാവില്ലേ പിയാ സുനിൽ? എന്തായാലും ആ സാധ്യതകൾ ഇന്ത്യ മുന്നിൽ കാണുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ